ഒരു മനുഷ്യനെ നിർവചിക്കുന്നത് പ്രതിസന്ധിയാണ്. ബംഗളൂരിൽ ഒരു വലിയ തിരിച്ചടി തരണം ചെയ്തതിനു ശേഷം എനിക്ക് ആശ്വാസത്തിൻ്റെ ഒരു രാത്രി ഉണ്ടായിരുന്നു. ഒരു വലിയ കൊടുങ്കാറ്റ് എന്നെ കടന്നു പോയതുപോലെ തോന്നുന്നു. എന്നിലുള്ള ഒരു വിശ്വാസി മുന്നോട്ടുള്ള യാത്ര എളുപ്പമായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം എപ്പോഴും തൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ പരീക്ഷിക്കുന്നു. എന്തു വന്നാലും എൻ്റെ ഈ വഴിയിൽ തിരിച്ചുവരവുകൾ തിരിച്ചടിയേക്കാൾ മികച്ചതാവണമെന്നുണ്ട്. Comebacks have to be better than setbacks. So guys, time on the clock is 7:11 and time to go to Hyderabad. So say bye guys. So Yash and Akansha and എന്നെ സപ്പോർട്ട് ചെയ്തത് in Bangalore for their stay. So our time is getting over here. Goodbye to everyone and time to leave this place for once and for all. Thanks a lot for having me. holding my foot. Thanks a lot. See you until next time then. Bye. Sure na, let's continue the journey. Bye. ബാംഗ്ലൂരിൽ നിന്ന് യാത്ര തിരിച്ചു കഴിഞ്ഞു. It is a pretty cloudy and cold morning in Bengaluru. അടിപൊളി. ഇനി എത്രയും വേഗം നമുക്കൊന്ന് ഹൈദരാബാദ് ഹൈവേ പിടിക്കണം. ഹൈദരാബാദ് ഹൈവേ ഇസ് വൺ ഓഫ് ദ വെരി ഗുഡ് ഹൈവേസ് ഐ ഹവ് ഡ്രിവൺ. ഇത് നല്ല പരിചയമുള്ള ഹൈവേ ആണ്. കഴിഞ്ഞ വർഷം നേപ്പാൾ പോയപ്പം വന്നതും ആ ഹൈവേയിലായതുകൊണ്ട് both the sides I am kind of confident. Until unless അതിനകത്ത് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തോന്നുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് വിച്ച് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ടുഡേ ഈസ് ദി വെദർ. നല്ല കാർമികങ്ങളാണ് ഇന്നത്തെ ഒരു ദിവസം. സോ വെയിലടിക്കാൻ പോകുന്നില്ല. വെയിലടിക്കുന്നില്ലെങ്കിൽ അടിപൊളി സ്പീഡിൽ നമുക്ക് നാഷണൽ ഹൈവേയിൽ പറന്നു പോകാൻ നമുക്ക് ടയർഡും ആവത്തില്ല. അങ്ങനത്തെ ഒരു ഗുണമുണ്ട് ഈ വണ്ടിക്ക്. സോ നമ്മുടെ പ്ലാൻ ഇന്നത്തെ ഇങ്ങനെയാണ്. അതായത് യെസ്റ്റർഡേ വാസ് ഡേ 1 അറ്റ് ബാംഗ്ലൂർ. ഡേ 2 എന്ന് പറയുന്നത് ഹൈദരാബാദ്. നമ്മൾ ഹൈദരാബാദിൽ നിന്ന് റെസ്റ്റ് എടുക്കും. ഡേ 3 ഐ വിൽ റെസ്റ്റ് അറ്റ് ഭോപ്പാൽ ഓർ വൺ ഓഫ് ദ മേജർ ടൗൺസ് ഇൻ സെൻട്രൽ മധ്യപ്രദേശ്. ഡേ 4 ആകുമ്പോഴത്തേക്ക് ഐ വിൽ ബി ഇൻ ഡൽഹി. ആൻഡ് ഡേ 5 ആകുമ്പോഴത്തേക്ക് ഐ വിൽ ബി ഇൻ ജമ്മു. ജമ്മുവിൽ എനിക്കൊരു രാഖി സിസ്റ്ററുണ്ട്, അവരെ പോയി കാണണം. രക്ഷാബന്ധനായിരുന്നു 9-ാം തീയതി. സോ അത് ഞാൻ മിസ് ചെയ്തു. പക്ഷേ ദിസ് ടൈം ഐ ഗേവ് എ പ്രോമിസ് ടു ഹെർ ദാറ്റ് ഞാൻ വരും, വന്ന് തന്നെ രാഖി കിട്ടുന്നതായിരിക്കും. ജമ്മു എത്തിക്കഴിഞ്ഞിട്ട് ഇൻ ദ നെക്സ്റ്റ് 2 days ജമ്മു കാർഗിൽ റെസ്റ്റ് ഓൺ ഡേ 6 ആൻഡ് ഡേ 7 റീച്ച് ലേ. ഇങ്ങനെ ഇരിക്കുന്ന ഒരു വെതർ ആയതുകൊണ്ടാണ് ഞാനൊരു 7 days സ്പ്ലിറ്റ് ചെയ്ത് സെൻട്രൽ മധ്യപ്രദേശ് വഴി റൈഡ് പ്ലാൻ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ യു ക്യാൻ ഗോ വയ ബിജാപ്പൂർ റൂട്ട് ഓൾസോ. ബിജാപ്പൂർ, ഔറംഗാബാദ്, അങ്ങനെ രാജസ്ഥാൻ റൂട്ടിലും പോവാം. ഒരു വെസ്റ്റേൺ മഹാരാഷ്ട്ര വഴി പോവുകയാണെങ്കിൽ ഭയങ്കര മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ഇല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഗിയർ എല്ലാം നനയും. പിന്നെ അതെല്ലാം ഉണക്കാനും ഒരു എക്സ്ട്രാ ദിവസം വേണ്ടി വരും. അത് കാരണമാണ് ഞാനിപ്പം ആ റൂട്ടിൽ പോവാതെ ഈ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 7 മണിക്കാണ് ഈ ലെവൽ ട്രാഫിക് ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ബാക്കി ദിവസങ്ങളിലൊക്കെ മനുഷ്യൻ്റെ എന്തായിരിക്കും അവസ്ഥ എന്ന്. വിത്ത് ദാറ്റ് ബാംഗ്ലൂരിന് വിടാ. ഗുഡ് ബൈ ബാംഗ്ലൂർ. ബാംഗ്ലൂരിൻ്റെ ഒരു ഔട്ടർ റിംഗ് റോഡാണ് ഇത്. നാഷണൽ 78 എന്നാണ് ഇതിനെ പറയുന്നതും. വിതിൻ 45 minutes നമ്മൾ ഓൾമോസ്റ്റ് ബാംഗ്ലൂരിന് ടോട്ടലി ഒരു ഗുഡ് ബൈ പറഞ്ഞു. ഇനി ലെഫ്റ്റ് എടുക്കുക, ദേവനഹള്ളി റൂട്ട് പിടിച്ച് ജസ്റ്റ് ഗോ ഔട്ട് ഓഫ് ദി എൻടയർ ബാംഗ്ലൂർ ഷെയർ. ബൈ. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് യു ആർ ബാംഗ്ലൂർ. എന്നാ റോഡ് കൺസ്ട്രക്ഷൻ ഒക്കെ ഇവിടെ ഇപ്പം നോക്കിയേ. ഞാൻ പറഞ്ഞത് ഇപ്പം ആ റോഡ് കണ്ടീഷൻസും സൂപ്പറായി, വെതർ കണ്ടീഷനും അടിപൊളിയാ. ഇനി എന്ത് വേണം റൈഡറിന്? ജസ്റ്റ് വണ്ടി എടുക്കുക, ത്രോട്ടിൽ ഗുമ്മാ, ഗാഡി ഭഗാ, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഗോ ലഡാക്ക് മോനെ. ഹിയർ ഐ കം. ഹൈദരാബാദ് 550, 550 കിലോമീറ്റർ. സമയം ഇപ്പോൾ 8 മണി ആവാറായി. ഓൾമോസ്റ്റ് 8. ലെറ്റ്സ് സീ എത്ര മണിക്കൂറിനുള്ളിൽ ഈ 550 കിലോമീറ്റർ ഞാൻ കവർ ചെയ്യും. സോ നൗ വി ആർ ടേക്കിംഗ് എ സ്മോൾ സ്കിപ്പ് ഫ്രം 628 നാഷണൽ ഹൈവേ 628 ആൻഡ് ഗോയിങ് ഓൺ ടു ദി സർവീസ് റോഡ്. അവിടെ പോയിട്ട് ആ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ നിന്ന് നാഷണൽ ഹൈവേ 44 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ലെഫ്റ്റ് അടിക്കുവാണെങ്കിൽ ബാംഗ്ലൂർ, റൈറ്റ് അടിക്കുവാണെങ്കിൽ ഹൈദരാബാദ്. ഈ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മുടെ കെംപേഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ടും ഈ വഴി അങ്ങ് പോയാൽ മതി. ദാറ്റ്സ് ഇറ്റ്. We are joining National Highway 44, the longest
ഹൈവേ ഓഫ് ഇന്ത്യ കണക്റ്റിംഗ് ടു പ്ലേസ് എന്ന് പറയുകയാണെങ്കിൽ അത് നാഷണൽ ഹൈവേ 44 ആയിരിക്കണം. ഈ ഹൈവേ ഇത് The spark is gone and the dark is loud. Just hold me for the night, and we can see what still is. Love is hard to find. Can we wait till we see the light? I'm loving change, it's in your eyes. They sparkle up, then they lie or tie. And then this race, I chase the high until I see the sunrise. സോ നിങ്ങളുടെ കയ്യിൽ ഒരു കിയയുടെ കാർ ഉണ്ടെങ്കിൽ ദിസ് ഈസ് ദി കിയ ഫാക്ടറി. ഈ ഫാക്ടറിയിൽ നിന്നാണ് കിയയുടെ കാർസ് എല്ലാം മാനുഫാക്ചർ ചെയ്ത് ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ദിസ് ഇറ്റ്സ് ആക്ച്വലി സ്പ്രെഡ് ഓവർ നിയർലി സം 6 or 7 kilometers. ഭയങ്കര ഇറ്റ് ഫീൽസ് വെരി ഗുഡ്. ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു സ്ട്രെച്ച് വരുന്നത്. കിയയുടെ ഫാക്ടറി ഉണ്ട്, അതാണ് കിയയുടെ ഏറ്റവും വലിയ എൻട്രൻസ്. ഐ തിങ്ക് ദാറ്റ് ഇസ് ദ എൻട്രൻസ്. എത്ര ട്രക്കാണ് കിടക്കുന്നത് നോക്കി. ഇതെല്ലാം ഞങ്ങളുടെ ഇവിടുന്ന് വരുന്ന വണ്ടി എടുത്തിട്ട് ഇന്ത്യയിലെ നാനാ ഭാഗങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള കിടക്കുന്ന ട്രക്കുകളാണ്. ഇത് നോക്ക്, ഇപ്പുറത്ത് അപ്പുറത്ത് ഫുൾ ട്രക്സ് കിടക്കുക. കിയ ഒരു കൊറിയൻ കമ്പനി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കൊറിയൻ റെസ്റ്റോറൻ്റ് ഒക്കെയാണ് ഇതുപോലത്തെ ഒരു കുഗ്രാമ സ്ഥലത്തുള്ളത്. പല കൊറിയൻ എംപ്ലോയീസും സ്റ്റാഫും ഒക്കെ വരുന്ന സ്ഥലമായിരിക്കണം ഇത്. അതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ റെസ്റ്റോറൻറ്റും അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണ രീതികളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് വിശക്കുന്നുണ്ട്. സോ ഒരു ഫുഡ് കോർട്ട് കിട്ടി. അവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും പ്യുവർ 100% വെജ്, അതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ കുറച്ച് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. സോ നന്ദിക്കുട്ടൻ കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ഫുഡിലേക്ക് ഫോക്കസ് ചെയ്യാം. ഒരു പ്ലേറ്റ് മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു പ്ലേറ്റ് ഇഡ്ഡലി, നല്ല ഒരു സ്ട്രോങ് ചായ. ഇവിടെ ആണെങ്കിൽ പഞ്ചസാര മിക്സ് ചെയ്യാറില്ല, ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ശർക്കരയാണ്. I was standing, staying still, never said what I feel. And every time I took the blame, carried all this quiet shame. 'Cause all the pressure in my chest, I've gotta fight to catch my breath. When every step still feels the same, trying. ഭക്ഷണമൊക്കെ കഴിഞ്ഞു, ഇനി വണ്ടി എടുക്കാൻ പോവുക. പക്ഷെ പൊരിഞ്ഞ് വെയിൽ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സൺസ്ക്രീമൊക്കെ ഇട്ട് ഫുള്ളി റെഡി ആയതിനു ശേഷം വിൽ പാക്കപ്പ് ആൻഡ് മൂവ്. ഒരു 3 മണിക്കൂർ കത്തിച്ചും വിടാൻ പോവുകയാണ്. ലെറ്റ്സ് ഗോ. സോ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വി ആർ സ്റ്റാർട്ടിങ് ഓഫ് അഗെയിൻ ടു അനന്തപൂർ. അനന്തപൂർ ഒരു 20 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടുന്ന്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ വെയിൽ പോയി. ഓ ദൈവമേ, ഒരു വൻ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. യോ, ട്രക്ക് മലർന്നു പോയി, കണ്ടില്ലേ? ഓ ലോഡ്, റൂട്ട് തന്നെ അവർ ബാരിക്കേഡ് ചെയ്ത് വെച്ചിരിക്കുക. ഉറങ്ങിപ്പോയതായിരിക്കും വല്ല. അതിൽ ഫ്രണ്ടിലെ ടയറൊന്നും കാണുന്നില്ല. വണ്ടിയുടെ അവസ്ഥ ഉണ്ടല്ലോ. ഓ ഓ പൊളിഞ്ഞ് പാളുക സാധനം, പാവം. ഈ ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ ഒക്കെ സത്യത്തിൽ ജീവിതം ഭയങ്കര കഷ്ടം തന്നെയാണ്. അവസാനം സമയം 1 മണി ആയപ്പം ഒരു പ്രോപ്പർ മഴ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മഴയിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ വണ്ടി ഓടിക്കുമായിരുന്നു ഫുൾ സ്പീഡിൽ. പക്ഷെ അവസാനം ആ മഴ കോട്ടപ്പ് വിത്ത് മീ. 1 മണി കഴിഞ്ഞപ്പം ഒരു ചാറ്റൽ മഴ തുടങ്ങി. ഇതിപ്പോൾ കുർണൂൽ ജില്ലയാണ്, ഇൻ ആന്ധ്രാപ്രദേശ്. ബൈക്ക് കൊണ്ട് ഞാനൊരു ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചു. നമുക്ക് പെട്രോൾ അടിക്കണമെങ്കിൽ ഈ സമയത്ത് പെട്രോൾ അടിക്കാം, കുഴപ്പമില്ല. നമുക്കൊരു 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. മഴ പോകും തോന്നുന്നു, ജസ്റ്റ് ഒരു പാസിങ് ഷവറാന്ന് തോന്നുന്നു. വളരെ ഇറ്റിട്ടാണ് വീഴുന്നത് ഇപ്പോൾ. പക്ഷേ ആ മഴ വന്ന് പോയപ്പോഴത്തേക്കൊരു സുഖം, പിന്നെ ഒരു തണുപ്പടിക്കുന്നുണ്ട്. ഉച്ച സമയത്തും കുറച്ച് തണുപ്പൊക്കെ കൊണ്ട് ഇങ്ങനെ ബൈക്ക് ഓടിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. സോ 3 കിലോമീറ്റർ കൊണ്ട് കഴിഞ്ഞാൽ കർണൂലാം. ഹൈദരാബാദിൽ നിന്ന് 213 കിലോമീറ്റർ ഉണ്ട്. സോ വി ആർ ഇൻ ദ ടൗൺ ഓഫ് കർണൂൽ. സോ ഒരു മേജർ ടൗൺ ആയി കഴിഞ്ഞു. സമയം 1:45. സോ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടത് ഭക്ഷണം കഴിക്കണം. ആഹാരം കഴിക്കാൻ കുറേ സമയം കളഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, അറ്റ്ലീസ്റ്റ് സ്ലൈറ്റ്ലി ഒരു സ്നാക്കോ വടയോ എന്തെങ്കിലും കഴിക്കാം. ലിറ്റിൽ മോർ ഹെഡ് എന്തെങ്കിലും നല്ലൊരു ചെറിയൊരു ഹോട്ടൽ പോലെ കാണുവാണെങ്കിൽ ഫുഡ് തന്നെ, വേറെ പരിപാടിയൊന്നുമില്ല. മനോഹരമായ തുംഗഭദ്ര നദി. ഈ തുംഗഭദ്ര നദി തന്നെയാണ് ഹംപി നഗരത്തിൻ്റെ എന്താ പറയുക, ഒരു നമ്മുടെ നാട്ടിൽ ശബരിമലയുടെ പമ്പ എന്നൊക്കെ പറയുന്ന പോലെ ഹംപി നഗരത്തിൻ്റെ ഒരു പുഴ എന്ന് പറയുന്നത് ഇതായിരുന്നു, തുംഗഭദ്ര. അപ്പോൾ അത് കർണാടക നിന്ന് കയറി ഇപ്പം ഇവിടെ
ആന്ധ്രാപ്രദേശ് കുർണൂൽ ഭാഗത്തൂടെ ഒഴുകുന്നു. നല്ല ഫ്ലോ ഉണ്ട്, അതായത് നല്ല മഴക്കാലം ഉണ്ടെന്ന് സാരം ഈ വർഷം. Fact or fiction, you picked your poison. This mental friction, clearly it's been broken. Borderline tragic, you're so dramatic. It's automatic, you turn it on like magic. What would it take to make you feel better again? What would it take to make you feel better again? What would it take to make you feel better again? Better again. ഭാരത് പെട്രോളിയത്തിൻ്റെ ഒരു ചെറിയൊരു ഢാബ, ഘർ ഢാബ എന്ന് പറഞ്ഞിട്ട്, ഇവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് ലഘുവായിട്ടൊരു ഭക്ഷണം കഴിക്കാം. സോ നന്ദിക്കുട്ടനെ അവിടെ പാർക്ക് ചെയ്തു, സാധനങ്ങളൊക്കെ കൊണ്ട് ഞാൻ അകത്ത് വെച്ച് കഴിഞ്ഞു. ഇനി ഒറ്റ കാര്യമുള്ളൂ, ഫുഡ് കഴിക്കുക, പോവുക. ഹെവി ആയിട്ട് കഴിക്കാതിരിക്കാൻ നോക്കണം, ബിക്കോസ് ഇല്ലെങ്കിൽ ഉറക്കം വരും ഈ സമയത്ത്. സോ ലഞ്ചിന് ഓർഡർ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഇവിടെ ലഞ്ചിന് ഞാൻ ഒരു ഫിംഗർ ചിപ്സ്, നമ്മുടെ നാട്ടിലൊക്കെ ഫിംഗർ ചിപ്സിനൊക്കെ പറയും, ഫിംഗർ ഇട്ട് കഴിച്ചിട്ടുണ്ട് പിള്ളേർ, അതൊരു പ്ലേറ്റ് ഓർഡർ ചെയ്തപ്പോൾ തന്ന സാധനം കാണിച്ചാൽ എന്തുവാണ്. ഇവിടുത്തെ നാട്ടിൽ ഫ്രഞ്ച് ഫ്രൈസിനെ വിളിക്കുന്നത് ഫിംഗർ ചിപ്സ് എന്നാണ്. അപ്പം ആന്ധ്രാപ്രദേശിൽ വന്നിട്ട് ഫിംഗർ ചിപ്സ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈ എടുത്ത് തരും. അതും ഏതോ മാവിലൊക്കെ മുക്കിയ സാധനമാണ്. എനിക്കോ പറ്റി, ഇനി ഇത് മുത്തിയിരുന്ന് ഞാൻ തിന്നണം. എനിക്ക് വിശന്നിട്ടും വയ്യ, എന്ത് ചെയ്യാൻ അപ്പം തിന്നുക എന്നുള്ള വേറെ വഴിയില്ല. ശരി, ചലോ, താങ്ക് യു ബൈ. സോ ഫൈനലി നമ്മൾ ജേർണി റീസ്റ്റാർട്ട് ചെയ്യാണ്. ലഞ്ച് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് വന്ന് എന്തെങ്കിലും ഒരു ഞണ്ണിയിട്ട് പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ ഞാൻ തൈര് സാധനമൊക്കെ ഓർഡർ ചെയ്തു. ഇവരുടെ ഭാഷയിൽ ഇതൊന്നും അങ്ങോട്ടൊക്കെ അങ്ങനെ വഴങ്ങുന്നില്ല. അവസാനം ഫിംഗർ ചിപ്സ് ഓർഡർ ചെയ്തപ്പോൾ അവരെനിക്ക് ഇങ്ങോട്ട് തന്നത് ഒരു സെറ്റ് ഓഫ് ഫ്രഞ്ച് ഫ്രൈ, ഒരു പൊട്ടക്കണക്കിന് ഫ്രഞ്ച് ഫ്രൈ. നേരെ നമുക്ക് ഹൈദരാബാദ് പിടിക്കണം. 210 കിലോമീറ്ററും 4.25 മണിക്കൂർ സമയം എടുക്കും. സോ നമ്മളിപ്പം പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഗ്രേറ്റ് കൃഷ്ണ റിവർ. സത്യത്തിൽ ഇത് ഭയങ്കര വലിയൊരു ഒരു നദി തന്നെയാണിത്. കൃഷ്ണ റിവർ ഇത്രയും വലുതാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല. ഡ്രോൺ ഷോട്ട് എടുത്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് തന്നെ ബിക്കോസ് കാറ്റ് ഇന്ന് ഭയങ്കരമാണ്. അവിടെ തുംഗഭദ്ര തന്നെ എടുക്കുന്ന സമയത്ത് ഡ്രോൺ ആക്ച്വലി കുറേ കിടന്ന് മൂവ് ചെയ്യാൻ തുടങ്ങി. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടത്തിന് പോകാൻ തുടങ്ങി. അത് പിന്നെ ഒരു ഡേഞ്ചർ. എവിടെയെങ്കിലും പോയി വീണ് കഴിഞ്ഞാൽ, വല്ല പാടത്തെ പറമ്പത്ത് പോയി വീണ് കഴിഞ്ഞാൽ അവിടെ വരെ പോയി എടുത്തുകൊണ്ട് വരിക, അത് തന്നെ ഒരു വലിയൊരു ടെൻഷനാണ്. പിന്നെ എവിടെയൊക്കെ നദിയുണ്ടോ, അതിൻ്റെ പുഴയുണ്ടോ, അതിൻ്റെ അടുത്ത് തന്നെ ഒരു നല്ലൊരു പാടപ്പറമ്പും കാണും. ഇതുപോലെ ഇവിടെയൊക്കെ പിന്നെ നല്ല കൃഷിയുണ്ട്, നമ്മുടെ നാട് പോലൊന്നുമല്ല. അപ്പോൾ ഫൈനലി 80 കിലോമീറ്ററും കൂടെ ഉള്ളൂ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. സോ വി ആർ വെരി മച്ച് ഇൻസൈഡ് തെലങ്കാന സംസ്ഥാനം. ഇപ്പം രാവിലെ കർണാടകയായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് കുറേ നേരം ആന്ധ്രാപ്രദേശിൽ, ഇപ്പം 3ാമത്തെ സംസ്ഥാനമായ തെലങ്കാന. അപ്പം ഇതാണ് 2ാമത്തെ ആക്സിഡൻറ്റ് നടന്ന വണ്ടി ഇന്ന് ഹൈദരാബാദ് തെലങ്കാന റൂട്ടിൽ പോകുമ്പോൾ. പക്ഷേ ഇതിനൊരു വ്യത്യാസമുണ്ട്. മറ്റേത് ട്രക്കായിരുന്നെങ്കിൽ ഇതൊരു കിയ കാറാണ്. നല്ലപോലെ പണിയിട്ടു. ഫ്രണ്ടെല്ലാം പോയി, ബാക്ക് സൈഡിലൊന്നുമില്ല. 1500 രൂപയുടെ പെട്രോൾ പിന്നെ അടിച്ചു. സോ ഇന്നത്തെ ഒരു ദിവസം മാത്രം 3000 രൂപയുടെ പെട്രോളായി. ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ ആന്ധ്രയെ വെച്ച് ഒരെണ്ണം അടിച്ചായിരുന്നു, ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യം, പക്ഷേ XP95 കിട്ടി. സോ സം സൈ ഓഫ് റിലീഫ്. സമയം 5:30 മണി ആയി കഴിഞ്ഞു. നല്ല ട്രാഫിക് ഉള്ള ഒരു ടൈമാണ്, ഓഫീസ് ലിവിങ് ടൈം ആയതുകൊണ്ട്. അപ്പം നമുക്കിവിടെ 50 കിലോമീറ്റർ മുമ്പ് തന്നെ മനസ്സിലാകുന്നുണ്ട് എത്രമാത്രം ട്രാഫിക് ഉണ്ടെന്ന്. നമ്മൾ ഹൈദരാബാദിൽ വരുമ്പം ഒരു അനുഭവമുണ്ട് എനിക്ക്. സോ അത് ഐ വാണ്ടഡ് ടു ഷെയർ വിത്ത് എവ്രി വൺ. ഹൈദരാബാദ് എന്ന് പറഞ്ഞൊരു നല്ലൊരു സിറ്റിയാണ്. അതിന് ചുറ്റും ഒരു ഔട്ടർ റിംഗ് റോഡുണ്ട്. പക്ഷേ ഈ ഔട്ടർ റിംഗ് റോഡ് എന്ന് പറഞ്ഞ സാധനത്തിൽ നമുക്ക് കയറാൻ പറ്റില്ല. അതിൽ കയറണമെങ്കിൽ നമ്മളൊരു കാറായിരിക്കണം പറ്റത്തുള്ളൂ. 2 വീലർ അബ്സല്യൂട്ട്ലി നോട്ട് അലൗഡ്. ഇതറിയാതെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നേപ്പാൾ പോകുമ്പോൾ എനിക്കിത് അറിയത്തില്ലായിരുന്നു. ഞാൻ വന്നിട്ട് നല്ല പോലെ കിടന്ന് പെട്ടു. നമുക്കാണ് ഇത് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. ക്രോസ് ചെയ്താൽ പിന്നെ സിറ്റിക്കകത്ത് ട്രാഫിക്കകത്ത് പോകുന്നു, പിന്നെ ട്രാഫിക്കിൽ നിന്ന് ചാടി വെളി ഇറങ്ങുന്നു. അവസാനം ഞാൻ ഹൈദരാബാദിൽ നിന്ന് വെളി ഇറങ്ങിയ സമയത്ത് പോകേണ്ട ഒരു ഡയറക്ഷൻ നാഗ്പൂരായിരുന്നു. പക്ഷേ ആ മാപ്പ് എല്ലാം കൂടെ കൺഫ്യൂസായി അവസാനം എന്നെ അങ്ങാണ്ട് ഛത്തീസ്ഗഡിലോട്ടൊക്കെ പറഞ്ഞു വിട്ടു. ഞാൻ കുറേ ദൂരം 100 കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് പോലെ ഞാൻ ഏതോ ഒരു ഡയറക്ഷനിലാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഡയറക്ഷൻ മാറ്റി നാഗ്പൂരിലോട്ട് വെച്ച്. പിന്നെ ദിസ് ഇസ് ദി നെഹ്റു ഔട്ടർ റിംഗ് റോഡ് ടോൾ റോഡാണ്, ഒൺലി ഫോർ കാസ്. 2 വീലേഴ്സിനാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് കൂടെ നമുക്ക് പോവാം. പക്ഷേ റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് അവിടെ പോയി കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ പാരലായിട്ട് പോകുന്ന റോഡൊന്നുമല്ല അത്. അവിടെ ഇവിടെയൊക്കെ ലെഫ്റ്റ് റൈറ്റ് കട്ട് അണ്ടർപാസൊക്കെ ചെയ്ത് നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കും. ലൈക്ക് നാഷണൽ ഹൈവേ 44 ത്രൂ ആൻഡ് ത്രൂ സിറ്റി കാണാൻ പറ്റുമെന്ന് അറിയുന്നില്ല നിങ്ങൾക്ക്. ത്രൂ ആൻഡ് ത്രൂ സിറ്റി നമ്മൾ നേരെ അങ്ങ് കയറി പോവുക. പോകുന്ന അത്രയും പോവും. ട്രാഫിക്കിൽ പെടുവാണെങ്കിൽ പെടും. 1.5 മണിക്കൂറാണ് കാണിക്കുന്നത്.
എവറിബഡി വെൽക്കം ടു ഹൈദരാബാദ്. സമയം 5:41. ഹൈദരാബാദിൽ ആദ്യമായിട്ട് സിറ്റിക്കകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ് 6 ലെയിനർ ഒരു സൈഡ്, അതായത് 12 ലെയിനാണെന്ന് തോന്നുന്നു അപ്പുറത്തെ സൈഡ്. അവിടെ എത്ര ഉണ്ടോയെന്ന് അറിയത്തില്ല. 1 2 3 4 5 6 ലെയിനുള്ള റോഡ്. 3/4 മണിക്കൂറായിട്ട് ഞാൻ വണ്ടി എടുത്ത് ഈ ട്രാഫിക് കിടന്ന് വല അലയുമായിരുന്നു. പക്ഷേ ഇത് കണ്ടില്ല, ഒരു സൂപ്പർ ബിൽഡിംഗ്. എന്താണോ ഈ സാധനം? വല്ല പാലസ് എന്തെങ്കിലും ആയിരിക്കും, മറ്റേ സുൽത്താൻ ഒസ്മാൻ അലി ഷാൻ്റെ ആണോ? അല്ല, ഇതിപ്പം കമ്മീഷണർ ഡയറക്ടർ ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് തെലങ്കാന. അങ്ങേർക്ക് ഇത്ര വലിയ ബിൽഡിംഗ്. ഈ ബിൽഡിംഗ് കണ്ടില്ലേ, ഒരു ഇംഗ്ലീഷ് ടൈം കാസിൽ ലുക്കൊക്കെ ഉള്ള അടിപൊളി. ലുക്ക് അറ്റ് ദിസ് ബിൽഡിംഗ്, ബ്യൂട്ടിഫുൾ ബിൽഡിംഗ്. എന്തുവാണെന്ന് ആർക്കറിയാം. എൻ്റെ ആണ് ലുംബിനി പാർക്ക്. ഇവിടുത്തെ ഹുസൈൻ സാഗർ ലേക്ക് ഇതാണ്ട് അപ്പുറത്ത് കാണാൻ പറ്റുന്നതൊക്കെ നല്ല ഒരു വലിയൊരു തടാകമാണ് ഈ ഹുസൈൻ സാഗർ ലേക്ക്. ഇതാണ് ലുംബിനി പാർക്ക്. അതിനകത്ത് ഏതാണ്ടൊരു വാവ്, നല്ല രസമുണ്ട് കാണാൻ. ഇപ്പം നമ്മൾ കണ്ട ഒരു കൊട്ടാരം പോലത്തെ സാധനം ആക്ച്വലി അവിടുത്തെ സെക്രട്ടേറിയറ്റ് ആയിരുന്നു. അത് അവരുടെ സെക്രട്ടേറിയറ്റാണ്, നമ്മുടെ സെക്രട്ടേറിയറ്റ് പോലെ തന്നെ. പക്ഷേ ഇത് കണ്ടില്ലേ, ലുക്ക് ദിസ് പാർക്ക്, ബ്യൂട്ടിഫുൾ. ബട്ട് ഐ ആം ആക്ച്വലി ഇംപ്രസ്ഡ് ബൈ ദിസ് മോണ്യുമെൻറ്റ്. ഇത് ദുബായിൽ ഇതുപോലെ തന്നെ ഒരു മോണ്യുമെൻ്റ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഇത് ആക്ച്വലി ഒരു ദീപമാണ്. ഇത് ദീപം ഇങ്ങനെ ഇരിക്കുന്ന യെല്ലോ സാധനം ആക്ച്വലി ഒരു തിരി കത്തിച്ച് വെച്ചിരിക്കുന്ന പോലത്തെ ഒരു സങ്കല്പം, അതാണ് സാധനം. സോ നമ്മളിപ്പം സെക്കന്ദരാബാദ് ഏരിയയിലേക്ക് പോവാണ്. ഹൈദരാബാദിൻ്റെ ഒരു ട്വിൻ സിറ്റിയാണ് സെക്കന്ദരാബാദ്. രണ്ടും ചേർന്നിരിക്കുന്ന ഒരു സിറ്റീസാണ്. നമ്മുടെ കൊച്ചിയും എറണാകുളം എന്ന് പറയുന്ന പോലെ വേണമെങ്കിൽ പറയാം, അങ്ങനെ ആയിരിക്കാം. ഹൈദരാബാദിലാണ് എൻ്റെ സീനിയർ എക്സ് കൊളീഗ് എനിക്കൊരു റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവസാനം 1 മണിക്കൂർ നേരത്തിൻ്റെ മൽപ്പിടുത്തത്തിന് ശേഷം ട്രാഫിക്കിൽ നിന്ന് ഊരി ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. സമയം രാത്രി 9:30 മണിയായി കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് എൻ്റെ റൂം ആക്ച്വലി. ആൻഡ് കമ്പ്യൂട്ടറിൽ ആക്ച്വലി ഇപ്പം പല സാധനങ്ങൾ ചാർജിങ്ങിന് കിടപ്പുണ്ട്. ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നു, ലോഡ് ഓഫ് ഇഷ്യൂസ് ആർ ഹാപ്പനിങ്. അങ്ങനെ ഒരെണ്ണം സോളോ റൈഡ് ചെയ്യുമ്പോൾ പല ചാലഞ്ചസ് ആണ് ഇതുപോലെ. സോ എന്താ പറയുക, തൽക്കാലം ഒന്നേ ഉള്ളൂ, ഡിന്നർ കഴിക്കണം. സംടൈംസ് യു ജസ്റ്റ് ഈറ്റ് വട്ട് എവർ യു ഗെറ്റ് ആൻഡ് യു ജസ്റ്റ് വാണ്ട് ടു മൂവ് ആൻഡ് യു വാണ്ട് ടു കീപ് മൂവിങ്. വി വോണ്ട് ടു കവർ ഡിസ്റ്റൻസസ്. ഇന്നത്തെ ദിവസം വെറും 600 കിലോമീറ്റർ ചെയ്തിട്ടുള്ളൂ. ബട്ട് ടുമോറോ, നാളെ നമ്മുടെ റൈഡ് വിൽ ബി ടുവേർഡ്സ് ഭോപ്പാൽ. That is going to be a 800+ kilometer ride, and that is going to be very challenging. So see you tomorrow. I need to take rest. You take care and enjoy. Bye bye.